നമസ്കാരം. പ്രധാന വാർത്തകൾ. ഭൂട്ടാൻ വാഹനക്കടത്ത്, പോലീസിന്റെ സഹായം തേടി കസ്റ്റംസ്. കേരളത്തിൽ എത്തിച്ചെന്ന് സംശയിക്കുന്ന 200 വാഹനങ്ങളിൽ 150 എണ്ണത്തിന്റെ രേഖകൾ കസ്റ്റംസ് ശേഖരിച്ചു. കൂടുതൽ വാഹന ഉടമകളുടെ മൊഴി കസ്റ്റംസ് രേഖപ്പെടുത്തും. ഭൂട്ടാനിൽ നിന്നും നിയമവിരുദ്ധമായി കടത്തിയ വാഹനങ്ങളിൽ 200 എണ്ണമെങ്കിലും കേരളത്തിലെത്തിയെന്നാണ് കസ്റ്റംസിന്റെ സംശയം. ഇതിൽ 150 വാഹനങ്ങളുടെ രേഖകൾ അന്വേഷണ സംഘം ശേഖരിച്ചു കഴിഞ്ഞു. വാഹന ഉടമകളിൽ അമിത് ചക്കാലയ്ക്കൽ, മാഹിൻ അൻസാരി എന്നീ 2 പേരുടെ മൊഴിയാണ് നിലവിൽ രേഖപ്പെടുത്തിയത്. ബാക്കിയുള്ളവരുടെ മൊഴിയും കസ്റ്റംസ് ഉടൻ രേഖപ്പെടുത്തും. സർക്കാർ അനുകൂല നിലപാടിൽ ഉറച്ച് NSS ജനറൽ സെക്രട്ടറി. രാഷ്ട്രീയ നിലപാട് പറഞ്ഞു കഴിഞ്ഞുവെന്നും കൂടുതലൊന്നും പറയാനില്ലെന്നും ജി സുകുമാരൻ നായർ വ്യക്തമാക്കി. ചങ്ങനാശ്ശേരി പെരുന്നയിലെ NSS ആസ്ഥാനത്തെ പൊതുയോഗത്തിനെത്തിയപ്പോഴായിരുന്നു ജി സുകുമാരൻ നായരുടെ പ്രതികരണം. സുകുമാരൻ നായർക്കെതിരായ പ്രതിഷേധങ്ങളുടെ ബന്ധപ്പെട്ട പ്രതികരണം തേടിയപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. തന്റെ രാഷ്ട്രീയ നിലപാട് നേരത്തെ തന്നെ പറഞ്ഞതാണെന്നും പ്രതിഷേധിക്കേണ്ടവർ പ്രതിഷേധിച്ചോട്ടെയെന്നും അത് നേരിട്ടോളാമെന്നും ജി സുകുമാരൻ നായർ പറഞ്ഞു. കോഴിക്കോട് കോരാപ്പുഴയിൽ ബസ്സും ടിപ്പറും ഇടിച്ച അപകടം. 6 പേരുടെ നില ഗുരുതരം. 10-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്ക് പോകുകയായിരുന്ന ബസ്സും ടിപ്പർ ലോറിയും കൂട്ടിയിടിക്കുകയായിരുന്നു. പ്രദേശത്ത് മഴയുണ്ടായിരുന്നു. പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ബസ്സിൽ കുടുങ്ങിയ ഡ്രൈവറെ പോലീസും അഗ്നിരക്ഷാ സേനയും എത്തി രക്ഷിച്ചു. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. ബസ് അമിത വേഗതയിലായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. വടകരയിൽ വീടിന് മുന്നിൽ വെച്ച് സ്വകാര്യ ബസ് ഇടിച്ചു തെറിപ്പിച്ചു. കാറിന് മുകളിലേക്ക് വീണ വയോധികന് ദാരുണാന്ത്യം. വടകര കുട്ടോത്ത് വീടിന് മുന്നിൽ സ്വകാര്യ ബസ് ഇടിച്ച് വയോധികൻ മരിച്ചു. 66-കാരനായ വടകര കുട്ടോത്ത് സ്വദേശി ഏറാംവെള്ളി നാരായണനാണ് മരിച്ചത്. പേരാമ്പ്ര വടകര റൂട്ടിൽ സർവീസ് നടത്തുന്ന ഹരേറാം ബസ്സാണ് ഇടിച്ചത്. ശനിയാഴ്ച രാവിലെയാണ് ഇന്ത്യൻ ബാങ്ക് മുൻ ജീവനക്കാരനായിരുന്ന ഏറാംവെള്ളി നാരായണനെ ബസ് ഇടിച്ചത്. വടകര കുട്ടോത്തെ വീട്ടിന് മുന്നിൽ നിന്നും വടകരയിലേക്ക് പോകാൻ ബസ് കാത്തുനിന്ന നാരായണനെ അമിത വേഗതയിലെത്തിയ ബസിന്റെ പിൻഭാഗമാണ് ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ നിർത്തിയ കാറിന്റെ മുകളിലേക്ക് ഇദ്ദേഹം തെറിച്ചു വീണു. ഗുരുതരമായി പരിക്കേറ്റ വയോധികനെ നാട്ടുകാർ വടകര ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മൃതദേഹം വടകര ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ഷാജൻ സ്കറിയയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ച PP ദിവ്യ. സമൂഹ മാധ്യമങ്ങളിലെ വ്യാജ പ്രചരണത്തിലാണ് നിയമ നടപടി. അഡ്വക്കേറ്റ് K വിശ്വൻ മുഖേനയാണ് നോട്ടീസ് അയച്ചത്. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരവും PP ദിവ്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. PP ദിവ്യ 23 തവണ വിദേശയാത്ര നടത്തിയിട്ടുണ്ട്. മന്ത്രിമാർ നടത്തിയതിനേക്കാൾ കൂടുതൽ തവണ വിദേശയാത്ര നടത്തിയെന്നും ഇത് ബിനാമി ഇടപാട് നടത്തുന്നതിനാണെന്നായിരുന്നു പ്രചരണം. എന്നാൽ ഇത് തെറ്റായ വാർത്തയാണെന്നും താൻ 2 തവണ മാത്രമേ വിദേശയാത്ര നടത്തിയിട്ടുള്ളൂ എന്നും PP ദിവ്യ പറയുന്നു. അടിസ്ഥാനരഹിതമായ പ്രചരണം സോഷ്യൽ മീഡിയയിൽ നടത്തിയെന്നും അത് പിൻവലിക്കണമെന്നുമാണ് PP ദിവ്യയുടെ ആവശ്യം. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് ഷാജൻ സ്കറിയയ്ക്ക് PP ദിവ്യ വക്കീൽ നോട്ടീസ് അയച്ചത്.